ഏതായാലും ഇന്ന് വെളുപ്പിനെ 2:30 കൂടിയാണ് സംഭവം സ്ഥിരീകരിക്കപ്പെട്ടത്. കുവൈറ്റിലാണ് അച്ഛനും ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോയി മോർച്ചറി പോയി മൃതദേഹം കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ അതാണ് സംഭവം. പയ്യൻ പോയിട്ട് ഒരാഴ്ച ആയുള്ളൂ. പയ്യൻ പോയിട്ട് ഇപ്പം ജൂൺ 5-ാം തീയതിയാണ് പോയത്. ഒരു ബുധനാഴ്ച പോയി, അടുത്ത ബുധനാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വളരെയേറെ എല്ലാവർക്കും വളരെയേറെ പ്രിയങ്കരനായിരുന്നു. നല്ല ഒരു ഓമനത്വമുള്ള ഒരു മുഖം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. എല്ലാവരോടും നല്ല സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെയേറെ മുൻപിലായിരുന്നു. പിന്നെ ഇവരുടെ വിദ്യാഭ്യാസത്തെ വെച്ച് പറയുമ്പോൾ എല്ലാവർക്കും 3 പേരാണ് ഇവർ സഹോദരങ്ങൾ. നല്ല വിദ്യാഭ്യാസം അവരുടെ അച്ഛനും അമ്മയൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ ആ കാലഘട്ടത്തിലെ അവർ വളരെയേറെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് പിള്ളേർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുത്തത്. അപ്പോൾ അതൊക്കെ കണ്ട് അവരുടെ ഉള്ളിലുള്ള ഒരു ബോധ്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിൽ എത്രയും വേഗം ഒരു തൊഴിൽ നേടുക, അതുവഴി തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് താല്പര്യപൂർവ്വം അദ്ദേഹം ഈ ജോലിക്ക് പോയത്. കഴിഞ്ഞ 2 മാസങ്ങളുടെ ഇടയിലാണ് ഈ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് മെഡിക്കലെല്ലാം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടുന്ന് കയറി പോയത്. വ്യാഴാഴ്ച ഹെഡ് ഓഫീസിൽ ചെന്ന് ജോലിയിൽ കയറി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളൊക്കെ ജോലി ചെയ്തു. പ്രഭാതത്തിൽ 2:30 വരെ വൈഫിനോട് സംസാരിച്ചതാണ്. അതിനുശേഷമുള്ള സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. सबके मिलके अच्छा एक हफ्ता था। हमारे एक छोटा भाई था, अभी वो ये हो गया। हमको बहुत दुख है उसके वक्त। हम क्या बात करेगा अभी मालूम नहीं है। लड़का अभी 2 महीने के बाद छुट्टी आने था।